ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 9-ാമത് വാക്യം. അവൻ കോപത്തിൽ എന്നെ കീറി ഉപദ്രവിക്കുന്നു, അവൻ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു, ശത്രു എൻ്റെ നേരെ കണ്ണ് കൂർപ്പിക്കുന്നു എന്ന വചനമാണ്. ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഓർപ്പിക്കുന്നത് അവൻ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യത്തിൻ്റെ മുൻപിലും തന്നെ അപമാനിക്കുന്നതുപോലെ, തന്നെ ഭയപ്പെടുത്തുന്നതുപോലെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന എതിരാളികളുടെ ശബ്ദവും അതിൻ്റെ അനുഭവങ്ങളുമാണ് ഇവിടെ ഇയ്യോബ് വ്യക്തമാക്കുന്നത്. 37-ാം സങ്കീർത്തനത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നത് ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു എന്നാണ്. ആരാണ് പല്ല് കടിക്കുന്നത്? ദുഷ്ടനാണ് പല്ല് കടിക്കുന്നത്. ആർക്ക് നേരെയാണ് എന്ന് ചോദിച്ചാൽ നീതിമാന് എതിരെയാണ് ദുഷ്ടൻ പല്ല് കടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർപ്പിക്കുക. എന്തുകൊണ്ടാണ് നീതിമാന് എതിരെ പല്ല് കടിക്കുന്നത് എന്ന് ചോദിച്ചാൽ എളിയവനെയും ദരിദ്രനെയുമൊക്കെ വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടൻ വാളൂരി വില്ലു കുലച്ച് നിൽക്കുകയാണ്. ദുഷ്ടൻ്റെ ചിന്ത നീതിമാനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ്. ആ ചിന്തയോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ തന്നെ നീതിമാന്മാരെ ദൈവം ആഴമായി സൂക്ഷിക്കുകയും അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കുകയും കർത്താവ് അവരെ സംരക്ഷിക്കുമ്പോൾ തന്നെ ദുഷ്ടനെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ നന്മ പ്രവർത്തിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യുവാൻ ദുഷ്ടൻ ആഗ്രഹിക്കുന്നു. ദുഷ്ടൻ്റെ ചിന്താഗതികൾ കണ്ടിട്ട് യഹോവയായ ദൈവം തിന്മ പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്നവനെ നോക്കി ചിരിക്കുന്നു. അത് കാണുമ്പോൾ നീതിമാനോടും തന്നെ സംരക്ഷിക്കുന്ന ദൈവത്തോടും ദുഷ്ടന് എതിർപ്പും പല്ലുകടിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീതിക്കു വേണ്ടി നാം നിൽക്കുന്നു എങ്കിൽ ശത്രു നമ്മുടെ നേരെ പല്ല് കടിച്ചെന്നു വരാം. എന്നാൽ ശത്രുവിൻ്റെ ചിന്തയിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മ മാത്രം പ്രവർത്തിക്കുന്നവരായി
നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിന് സർവശക്തിയുള്ള ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവരും നീതിമാന് എതിരെ പല്ല് കടിക്കുന്നവരുമായിട്ടല്ല, ഞങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ദൈവത്തോട് കൂടെ വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.